ഗുഡ് മോർണിംഗ് ഓൾ. ഇനി എല്ലാവരും ഫസ്റ്റ് നാനോ സ്ട്രക്ചറിൻ്റെ ഇൻട്രൊഡക്ഷൻ പോർഷൻ കേട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇനി അതിൻ്റെ ബാക്കി കണ്ടിന്യൂഷനാണ് പറയാൻ പോകുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് എന്താണ് നാനോ മെറ്റീരിയൽ, എന്താണ് അതിൻ്റെ ആപ്ലിക്കേഷൻസ്, നാനോ മെറ്റീരിയൽസിന് എന്തൊക്കെ ടൈപ്പ് എക്സാമ്പിൾസാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതേപോലെ നാനോ മെറ്റീരിയലിൻ്റെ ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടിയായ സർഫേസ് ടു വോളിയം റേഷ്യോ, ഇതൊക്കെയാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഇനി ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നാനോ സ്ട്രക്ചേഴ്സിൻ്റെ ക്ലാസിഫിക്കേഷനാണ്. എന്തൊക്കെയാണ് നാനോ സ്ട്രക്ചേഴ്സ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. കാർബൺ നാനോ ട്യൂബ്, നാനോ സ്ട്രക്ചേർഡ് സെറാമിക്സ്, ഗോൾഡ് പാർട്ടിക്കിൾസ്, ടൈറ്റാനിയം ഡയോക്സൈഡ്, ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ഇനി എന്താണ് നാനോ സ്ട്രക്ചേഴ്സ് അതിന് പറഞ്ഞു. ഇനി അതിൻ്റെ ക്ലാസിഫിക്കേഷൻ എങ്ങനെയാണെന്ന് പറയുന്നത്. ഇറ്റ് ഈസ് മെയിൻലി ക്ലാസിഫൈഡ് ഇൻ ടു 3 based on its dimension: 0-dimensional nanostructure, 1-dimensional nanostructures and 2-dimensional nanostructures. 0-dimensional nanostructures are called nanoparticles. 0-dimensional nanostructures are called nanoparticles. All the 3 dimensions in nanometer range. All 3 dimensions in nanometer range. It is the main important property of 0-dimensional nanostructure. Now coming to 1-dimensional nanostructure, examples are nanowires and nanorods. 0-dimensional എക്സാമ്പിൾ ഏതാണ്? നാനോ പാർട്ടിക്കിൾസ്. 1-dimensionലേക്ക് വരുമ്പോൾ അതിന് എക്സാമ്പിളായി വരുന്നത് നാനോ വയേഴ്സ് ആൻഡ് നാനോ റോഡ്സ്. ഇതിൻ്റെ പെക്യുലാരിറ്റി എന്ന് പറയുന്നത് 2 ഡയമെൻഷൻസേ ഏതുണ്ടാവുള്ളൂ, നാനോമീറ്റർ റേഞ്ചിൽ 2 ഡയമെൻഷൻസേ ഉണ്ടാവുള്ളൂ. മറ്റേ മൂന്നാമത്തെ ഡയമെൻഷൻ ചിലപ്പം ഇപ്പോൾ നാനോ വയർ അല്ലെങ്കിൽ നാനോ റോഡ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ ഡയമീറ്റർ ഓക്കെ ഈ നാനോമീറ്റർ റേഞ്ചിലായിരിക്കും. ഓക്കെ, ബട്ട് ഇറ്റ് ഈസ് ലെങ്ത്ത് എന്താണ്, നാനോമീറ്റർ റേഞ്ചിലല്ല. അപ്പം ഇത് ഈസ് ഒരു ഡയമെൻഷൻ എന്തായിരിക്കും, ലാർജ് ആയിരിക്കും. രണ്ടെണ്ണം നാനോമീറ്റർ റേഞ്ചിലും ഒരു ഡയമെൻഷൻ ലാർജും ആയിരിക്കും. ഇത് പറയുന്നത് ഡോട്ടാണ്. അപ്പോൾ ഓൾ 3 dimension ആർ ഇൻ നാനോമീറ്റർ റേഞ്ച്. ഇതിന് എക്സാമ്പിൾ വരുന്നത് എന്താ, നാനോ വയേഴ്സ് ആൻഡ് നാനോ റോഡ്. ഇനി 3-dimension നാനോ സ്ട്രക്ചേഴ്സ് എന്ന് പറഞ്ഞാൽ എക്സാമ്പിളാണ് നാനോ ഷീറ്റ്. അതായത് നാനോ ഷീറ്റാണ് എക്സാമ്പിളായി വരുന്നത്. ഇഫ് 1 dimension ഇൻ നാനോമീറ്റർ റേഞ്ച് ആൻഡ് അതർ 2 1 dimension നാനോമീറ്റർ റേഞ്ചിൽ, അത് ഏതെങ്കിലും ലെങ്ത്തോ ബ്രെഡ്ത്തോ അതിൻ്റെ തിക്നെസ്, ഷീറ്റാകുമ്പം ലെങ്ത്തും ബ്രെഡ്ത്തും ലാർജ് ആയിരിക്കും, ബട്ട് തിക്നെസ് എന്തായിരിക്കും, നാനോമീറ്റർ റേഞ്ചിലായിരിക്കും. അതാണ് എന്തിന് എക്സാമ്പിൾ, 3-dimensional എക്സാമ്പിൾ. ഓക്കെ, എനി ഡൗട്ട്? ഇതാണ് നമ്മൾ നാനോ സ്ട്രക്ചേഴ്സിനെ പറ്റി. മെറ്റീരിയൽസ് വിച്ച് ഹാവ് അറ്റ്ലീസ്റ്റ് 1 dimension ഇൻ ഓർഡർ ഓഫ് നാനോമീറ്റർ ആർ കോൾഡ് നാനോ സ്ട്രക്ചേർഡ് മെറ്റീരിയൽസ്. എന്താണ് നാനോ സ്ട്രക്ചേർഡ് മെറ്റീരിയൽസ്? മെറ്റീരിയൽസ് വിച്ച് ഹാവ് അറ്റ്ലീസ്റ്റ് 1 dimension ഇൻ ഏത് റേഞ്ചിൽ വരാം, നാനോമീറ്റർ റേഞ്ചിൽ വരികയാണെങ്കിൽ അതിനാണ് നാനോ സ്ട്രക്ചേർഡ് മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. അതിനെ 3ആയി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് 1 0-dimensional, അതിൽ 3 ഡയമെൻഷനും നാനോമീറ്റർ റേഞ്ചിലായിരിക്കും. എക്സാമ്പിൾ നാനോ പാർട്ടിക്കിൾസ്. ഇനി രണ്ടാമത്തെ 1-dimensional നാനോ സ്ട്രക്ചേഴ്സ്, അതിൽ 2 dimension നാനോമീറ്റർ റേഞ്ചിലും 1 dimension ലാർജും ആയിരിക്കും. അത് എക്സാമ്പിൾ ഏതാണ്, നാനോ വയേഴ്സ് ഓർ നാനോ റൂട്ട്സ്. ഇനി 2-dimensional നാനോ സ്ട്രക്ചേഴ്സ് മീൻസ് 1 dimensional നാനോമീറ്റർ റേഞ്ചിലും മറ്റേ ബാക്കി 2 dimension വരുന്നില്ല, അത് ലാർജ് ആയിരിക്കും അല്ലെങ്കിൽ വേരി ചെയ്യാം. അപ്പോൾ എക്സാമ്പിൾ ഷീറ്റ് എടുക്കുകയാണെങ്കിൽ ലെങ്ത്തും ബ്രെഡ്ത്തും ലാർജ് ആയിരിക്കും, ബട്ട് തിക്നെസ് നാനോമീറ്റർ റേഞ്ചിലാണെങ്കിൽ അതെന്താണ് 2-dimensional നാനോ സ്ട്രക്ചറിന് എക്സാമ്പിളാണ്. ഓക്കെ, നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു കൺസിഡർ ക്ലാസിഫിക്കേഷൻ ഓഫ് സെമി കണ്ടക്ടർ നാനോ മെറ്റീരിയൽസ്. ഇനി സെമി കണ്ടക്ടർ നാനോ മെറ്റീരിയൽസിനെ എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്തതെന്ന് അടുത്ത് പറയാൻ പോകുന്നത്. അത് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് ലാംഡ ആൻഡ് dimension of an box Lx, Ly, Lz. Consider an electron is confined in a box with dimension Lx, Ly, Lz. ഒരു ഇലക്ട്രോൺ ഒരു ബോക്സിൽ കൺഫൈൻ ചെയ്ത് കിടക്കുക. അതിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നതൊക്കെ Lx, Ly, Lz. അതിൻ്റെ ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് വരുന്നത് ലാംഡയാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ബേസിൽ നമുക്ക് എങ്ങനെ സെമി കണ്ടക്ടേഴ്സിനെ ക്ലാസിഫൈ ചെയ്യാമെന്നാണ് അടുത്ത് പറയാം. ഫസ്റ്റ് വൺ ഈസ് ലാംഡ വെരി ലെസ് ദാൻ Lx, Ly, Lz. ലാംഡ വെരി ലെസ് ദാൻ Lx, Ly, Lz ആണെങ്കിൽ
3-dimensional bulk semiconductor. അതെന്താ 3-dimensional ബൾക്ക് സെമി കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ 3 ഡയമെൻഷനും ലാംഡ ലെസ് ദാൻ 3 ഡയമെൻഷനേക്കാളും ചെറുതാണ് എന്ത് ലാംഡ എങ്കിൽ 3-dimensional ബൾക്ക് സെമി കണ്ടക്ടർ. ഇനി 2-dimension പെർപെൻഡിക്കുലർ ടു എക്സ് ആക്സിസ്. നെക്സ്റ്റ് ഈസ് 2-dimensional, അതായത് ലാംഡ ഗ്രേറ്റർ ദാൻ എൽ എക്സ് ആൻഡ് എൽ എക്സ് വെരി വെരി ലെസ് ദാൻ എൽ വൈ എൽ സെഡ്. അതാണ് കണ്ടീഷൻ. അതായത് ലാംഡ പറയുന്നത് ഈ കണ്ടീഷൻ എൽ വൈക്കും എൽ സെഡിനും സെയിം കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും. എൽ എക്സ് മാത്രം ലാംഡേനേക്കാൾ എൽ എക്സ് ഗ്രേറ്റർ ദാൻ ലാംഡേനേക്കാൾ വലുതാവുകയും ചെയ്യുകയാണെങ്കിൽ 2-dimension പെർപെൻഡിക്കുലർ ടു എക്സ് ആക്സിസ്. ഇത് തിരിച്ചാണെങ്കിൽ വെച്ചാൽ എൽ എക്സും എൽ വൈയും ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും. എൽ സെഡ് ലാംഡേനേക്കാൾ വലുതാണെങ്കിൽ അതെന്തായിരിക്കും 2-dimension പെർപെൻഡിക്കുലർ ടു സെഡ് ആക്സിസ് ആയിരിക്കും. ഓക്കെ, ദിസ് സിസ്റ്റം ഈസ് കോൾഡ് ക്വാണ്ടം വെൽ. ഈ സിസ്റ്റത്തിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്വാണ്ടം വെൽ. ഇനി അടുത്ത് പറയുന്നതാണ് ലാംഡ. ഇനി നമ്മൾ ഒരു ഡയമെൻഷൻ പറഞ്ഞു ലാംഡേനേക്കാൾ വലുത്, ഇനി 2 ഡയമെൻഷൻ ലാംഡേനേക്കാൾ വലുതാവുക. എന്നിട്ട് ആ ഡയമെൻഷൻ എന്ന് പറയുന്നത് എൽ സെഡിനേക്കാൾ ചെറുതാക്കുക. അങ്ങനെ കേസ് കൺസിഡർ ചെയ്യാം. ലാംഡ ഗ്രേറ്റർ ദാൻ എൽ എക്സ് എൽ വൈ and Lx Ly very very less than Lz. Okay, this correspond to 1-dimensional semiconductor. 1-dimensional semiconductor or quantum wire. ഫസ്റ്റ് പറഞ്ഞത് ബൾക്ക് സെമി കണ്ടക്ടർ, രണ്ടാമത്തെ ക്വാണ്ടം വെൽ. ഇനി ക്വാണ്ടം വയർ. ഇത് ഏത് ആക്സിസിനേക്കും എലോങ് സെഡ് ആക്സിസ്. ഏത് ആക്സിസാണ് ഇതിലില്ലാത്തത് അതിന് എലോങ് ആയിട്ടുള്ള വയറായിരിക്കും എൽ സെഡ്, എലോങ് സെറ്റ് ആക്സിസ്. ഓക്കെ, ഇനി അടുത്ത നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഇത് 4ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തത്. 0, 1, 2 and 3 അങ്ങനെ 4 ഡയമെൻഷനായിട്ട് ക്ലാസിഫൈ. ഇനി അടുത്ത 0 ലാംഡേനേക്കാൾ എൽ എക്സും എൽ വൈയും എൽ സെറ്റും വലുതാണെങ്കിൽ 0-dimensional സെമി കണ്ടക്ടർ ക്വാണ്ടം ഡോട്ട്സ്. ഇനി ഒന്നും കൂടി വേണമെങ്കിൽ പറയാം. നമ്മൾ സെമി കണ്ടക്ടർ നാനോ പാർട്ടിക്കിൾസ് എങ്ങനെ ക്ലാസിഫൈ ചെയ്യുന്നതെന്ന് വെച്ചാൽ എൽ എക്സ് എൽ വൈ എൽ സെഡ്, അതായത് ഒരു ഇലക്ട്രോൺ ഒരു ബോക്സിലേക്ക് കൺഫൈൻ ചെയ്തിരിക്കുകയെന്ന് കരുതുക. അതിൻ്റെ ഡയമെൻഷനാണ് എന്ത് എൽ എക്സ് എൽ വൈ എൽ സെഡ്. അതിൻ്റെ ഡി ബ്രോഗ്ലി വേവ് ലെങ്ത്താണ് ലാംഡ. അപ്പോൾ ഈ ഡി ബ്രോഗ്ലി വേവ് ലെങ്ത്തിൻ്റെയും എൽ എക്സ് എൽ വൈ എൽ സെഡിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് സെമി കണ്ടക്ടർ നാനോ പാർട്ടിക്കിൾസിനെ 4ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഫസ്റ്റ് വൺ 3-dimensional ബൾക്ക് സെമി കണ്ടക്ടർ. 3-dimensional ബൾക്ക് സെമി കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ ലാംഡ വെരി വെരി ലെസ് ദാൻ എൽ എക്സ് എൽ വൈ എൽ സെഡ്. അതാണെങ്കിൽ എന്താ 3-dimensional ബൾക്ക് സെമി കണ്ടക്ടർ. ഇനി ഈ ഒരു കണ്ടീഷൻ എൽ എക്സിന് സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. എൽ എക്സ് ലാംഡ ഗ്രേറ്റർ ദാൻ എൽ എക്സും ഒരു എൽ എക്സിനാണെങ്കിൽ പെർപെൻഡിക്കുലർ ടു എക്സ് ആക്സിസ്, എൽ വൈക്കാണെങ്കിൽ പെർപെൻഡിക്കുലർ ടു വൈ ആക്സിസ്, എൽ സെഡിനാണ് പെർപെൻഡിക്കുലർ ടു സെഡ് ആക്സിസ്. അങ്ങനെ ഒരു വേരിയബിളിന് ലാംഡ ഗ്രേറ്റർ ദാൻ എൽ എക്സും മറ്റേത് രണ്ടും സെയിം കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ അതിന് 2-dimensional സെമി കണ്ടക്ടർ നാനോ മെറ്റീരിയൽ എന്ന് പറയും. അതിനെ ക്വാണ്ടം വെല്ലാണ് അതിന് എക്സാമ്പിളായി പറയുന്നത്. പിന്നെ വരുന്നത് ക്വാണ്ടം വയേഴ്സ്. അത് ഏതിൻ്റെ കേസിൽ 2 വേരിയബിൾസ് ലാംഡേനേക്കാൾ ഗ്രേറ്റർ ആണ് ആയിരുന്ന കേസിൽ. ഇനി 3 വേരിയബിൾസും ലാംഡേനേക്കാൾ ഗ്രേറ്ററായി വരുന്ന കേസിലാണ് എന്ത് പറയുന്നത്, അത് ക്വാണ്ടം ഡോട്ട്സ് ആയിട്ട് പറയുന്നത്. ഓക്കെ, ക്ലാസിഫിക്കേഷൻ ഓഫ് സെമി കണ്ടക്ടേഴ്സുമാണ് ലാസ്റ്റ് ഡിസ്കസ് ചെയ്തത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നാനോ പാർട്ടിക്കിൾസിനെ പറ്റിയാണ്. എന്താണ് നാനോ പാർട്ടിക്കിൾസ്? ഇനി നാനോ പാർട്ടിക്കിൾസ്, നാനോ റിങ്സ്, നാനോ റോഡ്സ് ആൻഡ് നാനോ ഷീറ്റ്സ് 4 നമ്മൾ ഡിസ്കസ് ചെയ്യാണ്ട്. ഏതൊക്കെയാണ്? നാനോ പാർട്ടിക്കിൾസ്, നാനോ റിങ്, നാനോ റോഡ് ആൻഡ് നാനോ ഷീറ്റ്. ഓക്കെ, അതിൽ ഫസ്റ്റ് വൺ നാനോ പാർട്ടിക്കിൾ. Particles having size between 0.1 and 100 nanometer are called nanoparticles. Nanoparticles may be defined as those particles having size between 0.1 and 100 nanometer. ഇനി നാനോ പാർട്ടിക്കിൾസിൻ്റെ ഫീച്ചേഴ്സ് പറയുകയാണെങ്കിൽ നാനോ പാർട്ടിക്കിൾസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് മെറ്റൽസ് ആവാം, സെമി കണ്ടക്ടേഴ്സ് ആവാം, അല്ലെങ്കിൽ ഓക്സൈഡ്സ് ആവാം, മെറ്റൽ ഓക്സൈഡ്സ്. ഓക്കെ,
മെറ്റൽസ് ആവാം, സെമി കണ്ടക്ടേഴ്സ് ആവാം, ഓക്സൈഡ്സ് ആവാം. നാനോ പാർട്ടിക്കിൾസ് എന്തൊക്കെ ആവാം? മെറ്റൽസ്, സെമി കണ്ടക്ടേഴ്സ്, ഓക്സൈഡ്സ്. ഈ മോസ്റ്റ് ഓഫ് ദ മെറ്റാലിക് സെമി കണ്ടക്ടേഴ്സ് ആർ നാനോ പാർട്ടിക്കിൾസ്. ഏതൊരു സെമി കണ്ടക്ടർ നാനോ സ്ട്രക്ചേഴ്സ് എടുക്കുകയാണെങ്കിലും, മെറ്റാലിക് നാനോ സ്ട്രക്ചേഴ്സ് എടുക്കുകയാണെങ്കിലും അതെന്താണ്? നാനോ പാർട്ടിക്കിളായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അല്ലാതെ നാനോ റിങ്ങായിട്ടോ റോഡായിട്ടോ അല്ല. മെറ്റാലിക് നാനോ സ്ട്രക്ചേഴ്സ് എടുത്താൽ അതിൻ്റെ മോസ്റ്റ് ഓഫ് ദ മെറ്റാലിക് നാനോ സ്ട്രക്ചേഴ്സ് ആർ നാനോ പാർട്ടിക്കിൾസ്. ഓക്കെ, നാനോ പാർട്ടിക്കിൾസ് എങ്ങനെയാണ്? 0 ഡയമെൻഷനാണ്. 0 ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ എന്താ? 3 ഡയമെൻഷനും, അതായത് ഓൾ ദ 3 ഡയമെൻഷൻസ് ആർ ഇൻ നാനോമീറ്റർ റേഞ്ച്. ഓക്കെ, അങ്ങനത്തെ നാനോമീറ്റർ. ഇതിന് എക്സാമ്പിളാണ് ക്വാണ്ടം ഡോട്ട്സ്. ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് പറയുകയാണെങ്കിൽ നാനോ പാർട്ടിക്കിൾസ് യൂസ്ഡ് ആസ് ക്വാണ്ടം ഡോട്ട്സ് ആൻഡ് ക്വാണ്ടം വെൽസ് ഫോർ മേക്കിംഗ് സെമി കണ്ടക്ടർ, ലേസർ ആൻഡ് ഹൈ സ്പീഡ് സ്വിച്ചിങ് ഡിവൈസസ്. ഈ ക്വാണ്ടം ഡോട്ട്സ് ഇതിനൊക്കെ യൂസ് ചെയ്യുന്നത് സെമി കണ്ടക്ടർ ലേസറിനും ഹൈ സ്പീഡ് സ്വിച്ചിങ് ഡിവൈസസിനൊക്കെ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്? ക്വാണ്ടം ഡോട്ട്സ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഈ നാനോ പാർട്ടിക്കിൾസ് ഉള്ള കൂളൻ്റ്, അതായത് ഹീറ്റ് എഞ്ചിനിൽ നാനോ പാർട്ടിക്കിൾസ് ഉള്ള കൂളൻ്റ് നല്ല എഫിഷ്യൻ്റായിട്ട് വർക്ക് ചെയ്യുന്നതായിട്ടും കാണുന്നുണ്ട്. ഓക്കെ, നാനോ പാർട്ടിക്കിൾസ് ഇൻ കൂളൻ്റ്. ഓക്കെ, കൂളൻസ് ഹാവിങ് നാനോ പാർട്ടിക്കിൾസ് work well in heat engine. Okay, next is nano ring. എന്താണ് നാനോ റിംഗ്? നാനോ റിംഗ് ക്യാൻ ബി ഫോംഡ് ബൈ സിംഗിൾ റോളിംഗ് ZN ഓക്സൈഡ്, സിങ്ക് ഓക്സൈഡ് മെറ്റീരിയൽസ് റോൾ ചെയ്തിട്ട്, അതായത് സെൽഫ് കോയിലിംഗ് പ്രോസസ്സ് വഴി ZNO റോൾ ചെയ്തിട്ട് ഉണ്ടാവുന്നതാണ് എന്താണ്? ക്രിസ്റ്റലാണ് നാനോ റിങ്സ്. ഓക്കെ.